LDF-ന്റെ ഭരണ നേതൃത്വം യാതൊരു ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത വികസനവും കാഴ്ചവെച്ചിട്ടില്ല എന്നിവിടെ UDF-ന്റെ പ്രതിനിധി പറഞ്ഞു. ഒരു കാര്യം, കഴിഞ്ഞ 75 വർഷമായി, 25 വർഷക്കാലമല്ല, സ്വാതന്ത്ര്യം കിട്ടുന്ന കാലം മുതൽ കൊല്ലം നഗരത്തിന്റെ മാലിന്യ കൂമ്പാരമായിരുന്ന സ്ഥലമാണ് കുരീപ്പുഴ ചണ്ടിടിപ്പോ. ആ ചണ്ടിടിപ്പോയിൽ ബയോമൈനിങ് നടത്തി 5 ഏക്കർ സ്ഥലമാണ് വീണ്ടെടുത്തത്. ആ 5 ഏക്കർ സ്ഥലത്ത് ഇപ്പോ അത്യാധുനികമായ IT പാർക്ക് സംവിധാനങ്ങൾ ഉൾപ്പെടെ വരികയാണ്. ഇതൊക്കെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന വികസനങ്ങളായി മാതൃകയായി നമ്മുടെ മുമ്പിൽ നിൽക്കുക. വന്ന് നോക്കിയാൽ കാണിച്ചു തരാം. പിന്നെ മറ്റൊരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കുറ്റവിചാരണ സദസ്സെന്നോ എന്തോ പറഞ്ഞ് കുറച്ച് UDF നേതാക്കള് മൈക്കും കെട്ടി കവലതോറും പ്രസംഗം നടത്തുന്നിട്ട് കഴിഞ്ഞ 30 കൊല്ലത്തെ LDF ഭരണകൂടത്തിന്റെ അഴിമതിക്കെതിരെ എന്നാണ് അവരുടെ മുദ്രാവാക്യം. ആ മുദ്രാവാക്യത്തിന്റെ ആ ജാഥയുടെ ക്യാപ്റ്റനായി കൊല്ലത്തിന്റെ MP, വാ തുറന്ന വർഗീയത മാത്രം പ്രസംഗിക്കുന്ന കൊല്ലത്തിന്റെ MP അതിന്റെ ക്യാപ്റ്റനായിട്ട് വരിക. ആ ക്യാപ്റ്റൻ മുമ്പോട്ട് വയ്ക്കുന്നത് 30 കൊല്ലമായിട്ട് കൊല്ലത്തെ LDF-ന്റെ ഭരണകൂടം അഴിമതിയാണ്. ആ അഴിമതി പറയുമ്പോ 2014 വരെ ആ MP-യുടെ പാർട്ടി LDF-ലാ. ആ MP-യുടെ പാർട്ടിക്കാർ അഴിമതിക്കാരാണെന്നാ പറയുന്നത്. ആ ഡെപ്യൂട്ടി മേയറായിരുന്ന ഗോപിയണ്ണൻ ഉൾപ്പെടെ പലരും RSP-കാരെ കുടുംബം ഇന്ന് കൊല്ലത്ത് ജീവിക്കുന്നുണ്ട്. അവരെല്ലാരും അഴിമതിക്കാണെന്നാണ് UDF-ന്റെ വാദം. പിന്നെ വേറൊരു കാര്യം, ഈ DYFI കൊടുക്കുന്ന പൊതിച്ചോറിന് വളരെ വികലമായി ആക്ഷേപിച്ച ഇവിടെ ഒരു BJP-യുടെ നേതാവ് ഈ കൊല്ലത്തെ താലൂക്ക് ആശുപത്രികളും ജില്ലാ ആശുപത്രികളും ഏറ്റവും മഹനീയമായി നടത്തുന്ന DYFI-യുടെ വയറെരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാനുള്ള ഏറ്റവും മനുഷ്യത്വപരമായിട്ടുള്ള മുദ്രാവാക്യം ഉയർത്തി പൊതിച്ചോറുകൾ നടക്കുക. അതെങ്ങനാ പോയത്? പെട്ടെന്ന് പോയതല്ല. ഒരു ദിവസം പൊതിച്ചോറ് കൊടുക്കാൻ ഈ കേരളത്തിലെ ആശുപത്രികളിൽ ഒരു ദിവസം പൊതിച്ചോറ് കൊടുക്കാൻ